പേര് വിജയകുമാർ, സ്ഥലം തിരുവനന്തപുരം ജില്ല, ബാലരാമപുരം പൈറ്റുവിള. കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒരു ആയിരം നന്ദികൾ. കൃപാസന മാതാവ് ഈ പള്ളിയെപ്പറ്റി അറിയുകയും ഒരു ചേച്ചി എൻ്റെ വീട്ടിലൊന്ന് പറയുകയും, ഞാൻ ഒരുപാട് ദുരിതത്തിൽ മദ്യപാനിയായിരുന്നു, തികച്ചും പൂർണ്ണം. സിനിമ ഷൂട്ടിങ്ങിലാണ് എൻ്റെ ജോലി. കിട്ടുന്ന പൈസ എല്ലാം പകുതിയിലേറെ ഞാൻ കുടിച്ച് വീട്ടിലാണ് വരുന്നത്. എൻ്റെ ഭവനത്തിൽ പോലും വരാതെ ഞാൻ കറങ്ങി നടന്ന് വെള്ളം അടിച്ചുകൊണ്ട് നടന്നു. അങ്ങനെ ഈ പള്ളിയെപ്പറ്റി അറിയുകയും മാതാവിനെപ്പറ്റി എൻ്റെ വൈഫ് ഒന്ന് പറയുകയും, ചേട്ടാ നമുക്ക് ഈ പള്ളിയിൽ പോകണം, ഉടമ്പടി എടുക്കണം, ചേട്ടൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തുമെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസമല്ലായിരുന്നു. എന്നാലും ഒരു പ്രാവശ്യം വരാമെന്ന് എൻ്റെ ഭാര്യയുടെ സമ്മതിക്കുകയും അങ്ങനെ ഒരു ഭവനം വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 6 മാസം ആയപ്പോൾ തന്നെ ഭവനം വയ്ക്കാണ്ട് ചിട്ടി കെട്ടി KSFBയിൽ 6 മാസത്തോളം വെള്ളമടിക്കാതെ പോയ സമയത്ത് ഉടമ്പടി മുടങ്ങുകയും വീണ്ടും ഭാര്യ കൊച്ചിനെയും മക്കളുമായിട്ട് എടുത്ത് ഞാൻ വീട്ടിൽ വന്ന് മദ്യപാനം വീണ്ടും തുടങ്ങുകയും വീണ്ടും അവളെ വീട്ടിൽ പോവുകയും ഒരാഴ്ചത്തോളം ഞാൻ പട്ടിണിയാലായിരുന്നു. അങ്ങനെ ഒരു നാൾ ഫോൺ വിളിച്ചപ്പോൾ അവൾ വീട്ടിൽ തിരികെ വന്നു. വീണ്ടും ഉടമ്പടി എടുത്താൽ മാത്രമേ ഞാൻ വരുവുള്ളൂ ഭവനത്തിലോട്ട്. അങ്ങനെ എൻ്റെ ഭാര്യ കരഞ്ഞും കൊണ്ട് രണ്ടാമത് എൻ്റെ മക്കളെയും കൊണ്ടുവന്നു. വീണ്ടും ഈ 2025 ജനുവരി 17 1-ാം മാസം 17-ാം തീയതി പള്ളി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും പൂർണ്ണമായിട്ടും മദ്യവയ്ക്കില്ലെന്ന് ഞാൻ ഈ നടയിൽ പ്രാർത്ഥിക്കുകയും ഈശോയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഭവനം പൂർത്തിയായിരിക്കുന്നവരെ ഞാൻ ഒരിക്കലും വെള്ളം അടിക്കില്ല. എന്നാൽ പോലും ഇപ്പോഴും എൻ്റെ ഭവനം മാതാവ് എനിക്ക് ഭവനം പൂർത്തീകരിച്ച് തന്നു. ഒരു KSFB ചിട്ടി ഉടൻ തന്നെ വീഴുകയും 7 ലക്ഷം രൂപ കയ്യിൽ കിട്ടുകയും 2-3 മാസമാകുന്നു 90-ൻ്റെ അന്ന് തന്നെ വീട് ഏകദേശം പൂർത്തീകരിച്ചു. പൈസ ഇല്ലാതെ നിന്ന് വീണ്ടും ഞാൻ ഒരു KSFB പൈസ തികയാതെ വന്നപ്പോൾ അടുത്തുള്ള ഗ്രാമീണ ബാങ്കിനെ സമീപിച്ചു. അവരാദ്യം പറഞ്ഞ 50,000 രൂപയ്ക്ക് മേലെ ഈ ബാങ്കിൽ നിന്ന് തരാൻ പറ്റില്ല. ഞാൻ കാശ് രൂപം വച്ചിട്ട് രണ്ടാമത് ഒന്നുകൂടി പോയി പ്രാർത്ഥിച്ചു, സാറേ എനിക്ക് എങ്ങനെയെങ്കിലും ഈ വീട് പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ ഈ കട കടന്നു പോകും സാർ, എന്തെങ്കിലും ഒന്ന് അത് ഞാൻ ആരെങ്കിലും വന്ന് ഒരാളെ പറഞ്ഞു വിട്ട് വീട്ടിൽ നോക്കട്ടെ, ഭവനം സന്ദർശിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റുന്നതിന് ഒരു ഉദ്യോഗസ്ഥൻ വീട്ടിൽ വരും നോക്കുകയും പണി കുറച്ചുകൂടി തീരാറുണ്ട്, 1 ലക്ഷം രൂപ 1-2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തീരുമെന്ന് അവർക്ക് മനസ്സിലായി. അവർ വീണ്ടും എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുറേശ്ശെ 2,500 വെച്ച് മാസം തോറും അടച്ചോളാം, ഞാൻ സിനിമയിലാണ് ജോലി ചെയ്യണം, എനിക്ക് ശമ്പളമുണ്ട്, അതിനുള്ള വരുമാനം എനിക്ക് കിട്ടും സാറേ എന്ന് പറഞ്ഞു. എങ്കിൽ 1.25 ലക്ഷം രൂപ നാളെ തരാം, നിങ്ങൾ ബാക്കിയുള്ള പേപ്പറെല്ലാം റെഡിയാക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാം പേപ്പർ റെഡിയാക്കുന്നത് 5 മണിയായിപ്പോയി. അതിനു മുമ്പേ തന്നെ ആ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ എൻ്റെ അക്കൗണ്ടിലായിട്ട് പൈസ അയക്കുകയും 1.25 ലക്ഷം രൂപ അയക്കുകയും എനിക്ക് വളരെ സന്തോഷമായി. ആ പൈസയും കൊണ്ട് ഞാൻ പെട്ടെന്ന് വീട് വീണ്ടും പൂർത്തീകരിക്കാൻ തുടങ്ങി. 30-ാം തീയതി ആയിരുന്നു ഹൗസ് വാമിങ്, 28-ാം തീയതി വരെയും പണിയാണ്, പക്ഷേ കയ്യിൽ 1 രൂപയില്ല. ഇതിനിടയ്ക്ക് ഞാൻ സിനിമയിൽ പോയിട്ട് ഹൗസ് വാമിങ് എന്ന് പറഞ്ഞ് വിളിച്ച് ജിത്തു ജോസഫ് സാറും 10,000 രൂപ, ആൻ്റണി പെരുമ്പാവൂർ 10,000, അങ്ങനെ ആ ഒരു ദിവസം തന്നെ കയ്യിൽ അവിടെ നിന്ന് തന്നെ 35,000 40,000 രൂപ എല്ലാ സഹപ്രവർത്തകരും കൂടി പിരിച്ചു തന്നു. വീട്ടിലുള്ള വീണ്ടും പാലിയാച്ചിൻ്റെ തലേ ദിവസം എല്ലാ സാധനങ്ങളും മാച്ച് സത്യയ്ക്കുള്ള വകയും എല്ലാം എനിക്ക് അവിടെ നിന്നും കിട്ടി. എല്ലാവരും എന്നെ അറിഞ്ഞ ഈ വെള്ളമണി നിർത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാ സുഹൃത്തുക്കളെ എന്നെ തോളോട് ചേർക്കുകയും ഇപ്പോൾ വീട് സന്തോഷം ഇതെങ്ങനെ മാറി എന്നാണ് എൻ്റെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വാസിയാണ്, പക്ഷേ ഞാൻ കൃപാസനത്തിൽ പറ്റി കേട്ടു. ആ മാതാവിൻ്റെ നടയിൽ വന്നതിന് ശേഷം എനിക്കിപ്പം മദ്യപിക്കണമെന്ന് തോന്നണേ ഇല്ല. ഒരു കാരണവശാലും ഞാൻ മരിക്കണവരെയും ഞാൻ മദ്യപിക്കില്ല. ഇനി എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ നോക്കി എനിക്ക് ജീവിക്കണം. എൻ്റെ കുഞ്ഞു മക്കളാണ് അവർ. വെള്ളമടി പൂർണ്ണമായി നിർത്തിയപ്പോഴാണ് അവരിലോടുള്ള ചിന്താഗതികൾ എനിക്ക് കൂടിക്കൂടി വരണത്. ദൈവത്തിനോട് കൂടുതൽ ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വിശ്വാസമായി എനിക്ക് ഈ മാതാവിനോട്. ഞാൻ എത്ര നന്ദി പറഞ്ഞാലും ഒരിക്കലും മതിയാവില്ല. കൃപാസന മാതാവിനോട് 1,000 നന്ദി. എൻ്റെ ഭവനം പൂർത്തീകരിച്ച് ഞാൻ 6 നിയോഗം എഴുതാൻ പറഞ്ഞാൽ 6 ഹൗസ് വാമിങ്, എൻ്റെ വീട് പൂർത്തീകരിക്കണം 6 നിയോഗം അത് തന്നെ എഴുതിയത്. അതിൽ ഒരു വർഷം പൂർത്തീകരിക്കുന്ന മുമ്പേ തന്നെ എൻ്റെ വീട് മാതാവ് എനിക്ക് പൂർത്തീകരിച്ച് തന്നു. എൻ്റെ മാതാവിന് 1,000 3:30 ഞാൻ എണീറ്റ് 4 മണിക്ക് എനിക്ക് ജോലിക്ക് പോകണം. 3:30 ഞാൻ എണീറ്റ് പ്രാർത്ഥിക്കും, വിളക്ക് വെച്ച് നിലവിളക്ക് തിരി കൊളുത്തി.
9:30 വേക്കപ്പായ റൂമിൽ നിന്ന് വന്നാലും 10 മണിക്ക് ശേഷം വന്നാലും ഞാൻ കുളിച്ച് വീണ്ടും തിരിയതിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഇന്ന് വരെയും പോയിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന ഇനിയുള്ള നാളുകളും മരിക്കുന്ന നാളുകളും ഈശോയെ ഞാൻ ധ്യാനിച്ച് എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. നന്ദി, നമസ്കാരം എല്ലാവർക്കും. ഈശോയ്ക്ക് ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഷൂട്ടിങ്ങിന് പറഞ്ഞ മിച്ചമുള്ള ആഹാരമെല്ലാം അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു ഭവനങ്ങൾ, പാവപ്പെട്ട ദരിദ്രതയ്ക്കുള്ള താഴെയുള്ള വീട്ടിൽ ഞാൻ വിളിച്ചുണർത്തിയാണ് കൊണ്ടു കൊടുക്കണം. ഒരുപാട് സാധനങ്ങൾ മിച്ചം വരും. ഇടയ്ക്ക് കഴിഞ്ഞ മാസം ഷൂട്ടിങ്ങിന് വെച്ച് 200 പേരെ ഫുഡ് പറഞ്ഞായിരുന്നു. പക്ഷേ 100 പേരെ പായസം കൂട്ടിയുള്ള ഫുഡ് വീണ്ടും മിച്ചം. പ്രൊഡ്യൂസർ പറഞ്ഞു, ജിത്തു സാർ പറഞ്ഞു, ഏതെങ്കിലും പള്ളി വക ഓർഫണേജിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ ഒന്നും മട്ടിക്കാതെ പെട്ടെന്ന് തന്നെ അടുത്തൊരു ഓർഫണേജിൽ 100 പേർക്കുള്ള അവരുടെ സ്നേഹവും സന്തോഷവും കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വളരെ സന്തോഷം ലാളിത്യമായിപ്പോയി. വളരെ നന്ദി, നമസ്കാരം. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 25-ാം തിരുവചനം. എൻ്റെ ദൈവമേ, അവിടുന്ന് ഈ ദാസന് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെടുന്നു. വിജയകുമാർ എന്ന ഈ സഹോദരൻ വലിയ ധൈര്യത്തോടെയാണ്, വളരെ വിശ്വസ്തയോടെ, വിശ്വാസത്തോടു കൂടിയാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് കയറി നിന്ന് തൻ്റെ അയോഗ്യതകളെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് അദ്ദേഹം ആധ്യാത്മികമായ ഒരു വലിയ ധനികനാണ്. കാരണം അദ്ദേഹം പറയുന്നു, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഒരൊറ്റ നിയോഗമേ ഉണ്ടായിരുന്നുള്ളൂ. 6 നമ്പറിലും ഞാൻ എഴുതിയ 6 കൽഭരണികളും ഞാൻ നിറച്ചത് എനിക്കൊരു ഭവനം വേണമെന്ന് മാത്രമായിരുന്നു. ഒരു ഭവനം വിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മദ്യപാനം, ഞാൻ 20 വർഷമായിട്ട് ഞാൻ മദ്യപിച്ചിരുന്ന ആ ദുശീലം എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടപ്പോൾ എൻ്റെ കുടുംബത്തിൽ സമാധാനമായി. എൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി. ഇനി അതാരും മദ്യപാനം തുടരരുത്, ചെയ്യരുത് എന്നാണ് അദ്ദേഹം നമ്മോട് ആജ്ഞാപിക്കുന്നത്. നമ്മൾ വളരെ ശക്തമായിട്ടാണ് പറയുന്നത്. അതിൻ്റെ എല്ലാ വിപത്തുകളും അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞു. ഈശോയിലേക്ക് വന്ന ഏതൊരു വ്യക്തിക്കും പറയാനുള്ളത് അതുതന്നെയാണ്. അദ്ദേഹത്തിന് ഇനി ഈശോ മാത്രം മതി. 12ഉം 17ഉം എല്ലാം പുതുക്കിയവരാണ് സാധാരണ ഉടമ്പടിയിൽ പറയുന്നത്, ഇനി എനിക്കൊരു യാതൊരു നിയോഗങ്ങളുമില്ല, എനിക്ക് ഈശോ മാത്രം മതിയെന്ന്. ആദ്യത്തെ നിയോഗത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരൊറ്റ നിയോഗമേ ഉള്ളൂ. ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വീട് കിട്ടിയാൽ എല്ലാമായി, എനിക്ക് ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു ഭവനം ഞാൻ പണിതു കഴിഞ്ഞു. വളരെ ശക്തമായ ഒരു സാക്ഷ്യമാണിത്. വിശ്വാസത്തിലും വിശ്വസ്തതയിലും ഉറച്ചു നിൽക്കുന്ന ഒരു വലിയ സാക്ഷ്യത്തിനെ അദ്ദേഹം ഇന്ന് ഏറ്റുപറച്ചിൽ നടത്തുകയാണ്. നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം. നമ്മുടെ വിശ്വസ്തത എന്തുമാത്രമാണെന്ന് നമുക്ക് മാറ്റുരച്ച് നോക്കാം. വിജയകുമാറിനെ പോലെ ഇനി എനിക്കൊന്നും ആവശ്യമില്ല എന്ന് പറയാൻ മാത്രം ഞാൻ വളർന്നിട്ടുണ്ടോ? എൻ്റെ എല്ലാ അയോഗ്യതകളെയും മാറ്റി നിർത്തി എനിക്ക് കൃപ നൽകി എൻ്റെ എല്ലാ ജീവിതഭാരങ്ങളും മാറ്റി എനിക്ക് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എനിക്കൊരു വീട് നൽകി അനുഗ്രഹിച്ചു എന്ന വലിയ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതോടൊപ്പം തന്നെ വീടില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് മദ്യപാനികളായ എല്ലാ മക്കളെയും അവർക്ക് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.